വെറും 15,990 രൂപയ്ക്ക് നല്ല കെർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ഡൈമെൻസിറ്റി 7300 അൾട്ടിമേറ്റ് പോലത്തെ ഏറ്റവും ബെസ്റ്റ് പ്രോസസർ. ആ പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും നല്ല പ്രോസസർ, അത്യാവശ്യം നല്ല ബാറ്ററി, നല്ല ക്യാമറ, നല്ല ഡിസൈൻ, ലൈറ്റ് വെയിറ്റ്, സ്ലിം, ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു ഫോൺ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു പുതിയ ഫോൺ, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പുതിയ ഫോൺ പരിചയപ്പെടുത്താൻ പോവാണ്. ടെക്നോ പോവ കെർവ് 5G. ഒരു ഓൾറൗണ്ടർ ഫോണാണ്, ചുമ്മാ പറയുന്നതല്ല. കണ്ടു നോക്കൂ, ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. ഈ റേഞ്ചിൽ നിങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അത്യാവശ്യം നല്ല ഐറ്റം ആണെന്നേ. ഈ കാണുന്നതാണ് ഈ പോവ കെർവ് 5Gയുടെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫോൺ. നമുക്ക് പുറത്തോട്ട് എടുക്കുമ്പോൾ കാണാം ആ ഡിസൈൻ. ക്യാമറയുടെ ഭാഗത്തൊക്കെ ഒരു ഇത്തിരി വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഡിസൈൻ ഒക്കെ കാണാം. വളരെ സ്ലിം ആണ് ഈ ഫോൺ. 7.45 mm തിക്നെസ് ഉള്ളൂ. ഒപ്പം തന്നെ കെർവ്ഡും കൂടി ആയതുകൊണ്ട് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇതിനെക്കുറിച്ച് പറയുന്നതിന് ബോക്സിൽ വേറെ സാധാരണ ഡോക്യുമെന്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ പുറകിൽ വേണമെങ്കിൽ ഒട്ടിക്കാൻ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേസ്, ചാർജർ, ചാർജിങ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത്രയുമാണ് ബോക്സ് കണ്ടന്റ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഫോൺ, ടെക്നോ പോവ കെർവ് 5G. ആദ്യം തന്നെ വില പറയാം, കാരണം വില അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആ വിലയ്ക്കാണ് ഞാൻ നല്ല ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയുന്നത്. 6GB RAM 128GB സ്റ്റോറേജ്. ആ മോഡലിനാണ് ഈ പറഞ്ഞ 15,990 വരുന്നത്. പിന്നെ 8GB RAM 128GB സ്റ്റോറേജ് ഉണ്ട്. അതിന് 16,990 വരുന്നുള്ളൂ. സോ രണ്ടായാലും ആ റാമും സ്റ്റോറേജ് വെച്ച് നോക്കുമ്പോൾ ഡീസന്റ് സെറ്റപ്പ് ആണ്. പ്രൈസ് ഓക്കെ. പിന്നെ ഇതിന്റെ ഓൺലൈൻ പ്രീ ബുക്കിംഗ് ഇപ്പോൾ ഓൾറെഡി ലൈവ് ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ പ്രീ ബുക്ക് ചെയ്യുമ്പോൾ പല ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കി അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അഷ്വർഡായ പല ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. കയറി ചെക്ക് ചെയ്ത് നോക്കും. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിരിക്കാം. സോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ, പ്രൈസും കാര്യങ്ങളും മനസ്സിലായല്ലോ, റാം സ്റ്റോറേജ് ഒക്കെ, അത് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നല്ല ഓൾറൗണ്ടർ ഫോൺ നമുക്ക് നോക്കാം. ഫോണിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്ലിം ആയ ഒരു ഡിസൈൻ ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇവരിവിടെ ഒരു ഇന്ത്യാസ് ഫസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യാസ് ഫസ്റ്റ് ഫോൺ വിത്ത് 5500 mAh ബാറ്ററിയും കെർവ്ഡ് ഡിസ്പ്ലേയും അടക്കം വരുന്ന ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയ ഫോൺ എന്നാണ് പറയുന്നത്. 7.45 mm തിക്നെസ്സേ വരുന്നുള്ളൂ. വളരെ സ്ലിം ലൈറ്റ് വെയിറ്റും ആണ് കേട്ടോ. 177 ഗ്രാം വെയിറ്റൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ഡിസൈൻ ആണ്. IP64 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. ഇൻഫ്രാറെഡ് റിമോട്ട്, അതായത് റിമോട്ട് ആക്കി ഉപയോഗിക്കാൻ വേണ്ടുന്ന IR സെൻസർ കൊടുത്തിട്ടുണ്ട്. 3 കളറിലാണ് വരുന്നത്. മാജിക് സിൽവർ, നിയോൺ സിയാൻ, ഗീക്ക് ബ്ലാക്ക്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗീക്ക് ബ്ലാക്ക് എന്ന കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. സോ അപ്പോൾ ഡിസൈൻ വൈസ് നൈസ് ആയിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നന്നായിട്ടുള്ള ഡിസൈൻ. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല നൈസ് ആയിട്ടുള്ള കെർവ്ഡ് ഡിസ്പ്ലേ ആണ്, ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഒന്നും പറയാനില്ല, വേറെ വിഷയങ്ങളൊന്നുമില്ല. 6.78 ഇഞ്ച് വരുന്ന 144 ഹെർട്സിന്റെ കെർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 1300 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ അടക്കം ഞാൻ കൊണ്ട് ഉപയോഗിച്ച് നോക്കി, വേറെ വിഷയമൊന്നുമില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി സൗണ്ട് അടക്കം വരുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനായാലും നോർമൽ യൂസിനായാലും ഔട്ട്ഡോർ യൂസിനായാലും എവിടെയായാലും വിഷയങ്ങളൊന്നുമില്ലാത്ത ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ഈ ഫോണിലുണ്ട്. ഇനി ഈ ഫോണിന്റെ ക്യാമറ കൂടുതൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു വരുന്നില്ല കേട്ടോ. ക്യാമറയിലേക്ക് വരാം. മെയിൻ ക്യാമറ 64 മെഗാപിക്സലിന്റെ സോണി ക്യാമറയാണ്. സാമ്പിൾ കണ്ടു നോക്കൂ. മെയിൻ ക്യാമറ ഇമേജുകൾ, ഡേ ലൈറ്റ്, ഇൻഡോർ ലൈറ്റ് എല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. 13 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. അതിന്റെ സാമ്പിൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് വലിയ കുഴപ്പമില്ല. ഈ 15,990 പ്രൈസ് എന്ന് പറയുമ്പോൾ ആ പ്രൈസിന് വേണ്ടുന്ന ഒരു ഡീസന്റ് ക്വാളിറ്റി. മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. സാമ്പിൾ കണ്ടോളൂ. രണ്ടിന്റെയും സാമ്പിളുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ എടുത്ത സാമ്പിൾസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു 4K വീഡിയോ ക്വാളിറ്റി. ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ, കുഴപ്പമില്ല. ഈ പറഞ്ഞ രീതിയിൽ ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ്. സോ അപ്പോൾ ഒരു നല്ല ക്യാമറ സെറ്റപ്പ് മൊത്തത്തിൽ ഈ ഫോണിലുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും 4K റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. പിന്നെ AIGC പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവർ കൊടുക്കുന്നുണ്ട് വരെ ഫോണുകളിൽ. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതായത് നമ്മളൊരു ഫോട്ടോ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനാണത് എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്കത് കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇതുപോലുള്ള വെറൈറ്റി ലുക്കുകൾ നിങ്ങളുടെ ഇത് ക്രിയേറ്റ് ചെയ്ത് തരും നിങ്ങൾ ഈ ഒരു മോഡിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. സോ അപ്പോൾ അതാണ് AIGC പോർട്രേറ്റ്. താല്പര്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കാം. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ ഡൈമെൻസിറ്റി 7300 അൾട്ടിമേറ്റ് എന്ന പ്രോസറാണ്. 7300 ഈ പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസറാണ്. സോ ഏറ്റവും നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ കിട്ടും. അത്യാവശ്യം BGMI പോലുള്ള ഗെയിമുകളും കളിക്കാം. ഇതിൽ വരുന്നത് 8GB RAM ആണ്, കൂടിയ റാം വേരിയന്റ്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 8GB സ്റ്റോറേജിന് ആഡ് ചെയ്ത് 16GB RAM ഉള്ള ഫോൺ പോലെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഒരേ സമയം റൺ ചെയ്യാൻ പറ്റുന്നതാണ് ബെനിഫിറ്റ്. LPDDR5 RAM ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. iOS 15 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. നൈസ് ആയിട്ടുള്ള പെർഫോമൻസ്. ഇനി BGMI ഒക്കെയാണ് കളിക്കാൻ നോക്കുന്നെങ്കിൽ സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് എന്ന് പറയുന്ന സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. സോ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് സാരം. ഗെയിം ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. നൈസാണ്, വിഷയമൊന്നുമില്ല. പിന്നെ ഇന്റലിജന്റ് സിഗ്നൽ ഹബ് എന്ന് പറയുന്ന സിഗ്നൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സിഗ്നൽ റിസപ്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കി തരുന്ന സംവിധാനങ്ങൾ വരുന്നുണ്ട്. സോ നെറ്റ്വർക്ക്, അത് ഗെയിം കളിക്കുമ്പോഴായാലും നോർമൽ കോളിംഗിലായാലും നെറ്റ്വർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുമെന്നുള്ളൊരു സവിശേഷത ഇതിൽ വരുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നൈസായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിൽ AI ഫീച്ചേഴ്സ്, ഒബ്വിയസ്ലി നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാ ഫോണുകളിലും AI ഫീച്ചേഴ്സ് ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചിലും അത്യാവശ്യം വേണ്ടുന്ന കുറേ അധികം AI ഫീച്ചേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 3-4 ഞാൻ പറഞ്ഞുതരാം. ഒന്ന് AI വോയിസ് സപ്രഷൻ. നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ സെറ്റിംഗ്സിൽ ഡയലറിൻ്റെ ഉള്ളിൽ സെറ്റിംഗ്സിൽ കോൾ
നോയ്സ് സപ്രഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് ഓൺ ചെയ്ത് വെച്ച് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ വോയിസ് അല്ലാത്ത മറ്റ് നോയ്സ് ഒക്കെ കട്ട് ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ കോൾ ക്വാളിറ്റി നമുക്ക് തരുന്ന ഒരു സംവിധാനം നോയ്സ് സപ്രഷൻ അല്ലെങ്കിൽ വോയിസ് സപ്രഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം. പിന്നെ എല്ലാ AI എന്ന് പറയുന്ന ഒരു AI ആണ് ഇവരുടെ സിസ്റ്റം AI ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റി ഗൂഗിൾ അസിസ്റ്റന്റ് സൈഡ് ബട്ടണിൽ വെക്കാം. ഇതിൽ എല്ലാ അസിസ്റ്റന്റാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ഒരു ഡോക്യുമെന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ AI വിളിച്ചിട്ട് എന്താണ് എൻ്റെ സ്ക്രീനിലെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ആ സ്ക്രീൻ അനലൈസ് ചെയ്ത് എന്താണ് അവിടെ ഉള്ളത്, അതിൻ്റെ സമ്മറിയോ എന്താ കാര്യങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്തു തരും. ഇനിയിപ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോ പ്രോബ്ലം സോൾവിങ്, അതായത് AIക്ക് ഈ എല്ലാ AIക്കും ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് അതിൽ ഇന്ന അൺവാണ്ടഡ് സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ഉണ്ടാകുന്നു സോൾവ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഈ AI കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കി തരുന്ന ഒരു സൗകര്യം വരുന്നുണ്ട്. പിന്നെ AI ഓട്ടോ ആൻസർ കോൾ വരുമ്പോൾ നമുക്കത് ഓട്ടോ ആൻസർ ചെയ്യിപ്പിക്കണമെങ്കിൽ AI കൊണ്ട് ഓട്ടോ ആൻസർ ചെയ്യിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ AI ഇറേസർ 2.0 നമുക്ക് അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറേസ് ചെയ്ത് കളയുന്ന സൗകര്യം. പിന്നെ AI റിയൽ ടൈം കോൾ ട്രാൻസ്ലേഷൻ പോലുള്ള കാര്യങ്ങൾ അതിപ്പോൾ എല്ലാ ഫോണുകളും വന്നു തുടങ്ങി. 15,000 രൂപയുടെ ഈ ഫോണിലും അവർ കോൾ ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ AI ഇന്ത്യൻ ലാംഗ്വേജുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു നല്ല കാര്യമാണ്. എന്നാലും കൂടുതലും സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു, ഇപ്പോഴേക്ക് കുറച്ചൊക്കെ കാണുന്നുള്ളൂ. സോ അപ്പോൾ അങ്ങനെയാണ് ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ AI സംവിധാനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5500 mAh ബാറ്ററിയാണ്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 100% ചാർജ് ഒക്കെ ഒരു 45 മിനിറ്റ് കൊണ്ടൊക്കെ ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ ഘടകങ്ങളും AI ഫീച്ചേഴ്സ് അടക്കം ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു. ഇതെല്ലാം ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ, റാം സ്റ്റോറേജ് വേരിയൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ പ്രൈസിന് ഈ പറഞ്ഞ സ്പെക്കും കാര്യങ്ങളടക്കം നന്നായിട്ടുണ്ട്. ഒപ്പം തന്നെ 1300-ലധികം സർവീസ് സെൻ്ററുകളും ഇവർക്കുണ്ട്. സർവീസൊക്കെ ഓൾറെഡി ടെക്നോ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എല്ലാവരും കമൻറ്റ് കൂടി നോക്കിക്കോളൂ. ഫോൺ വന്നിട്ട് നമ്മളൊരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ പറയുമ്പോൾ നല്ല ഓൾറൗണ്ടർ ഫോണായിട്ട് തോന്നി. അതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ ടെക്നോ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എല്ലാവരും കമൻറ്റൊക്കെ നോക്കുക. എന്നിട്ട് താല്പര്യമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുത്തത്. സോ ഓവറോൾ ഒരു ഡീസൻറ്റ് ഫോൺ തന്നെയാണ് ഈ പ്രൈസിന് ടെക്നോ പോവോ 5G എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പരിഗണിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.